നമസ്കാരം. റേഡിയോ മൈക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. RJ അമൃത കാർത്തിക. ഇന്ന് മെഡി ടോക്കിൽ നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ കെ.എം. ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കൺസൾട്ടന്റ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ബോസ് വിൻസെന്റ് ആണ് നമ്മളോടൊപ്പമുള്ളത്. ഡോക്ടറിനെ ഏറ്റവും ബഹുമാനത്തോടെ മെഡി ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. നമുക്കറിയാം, ഈ ഒരു മാസം, അതായത് ഒക്ടോബർ മാസം എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത് ആണ്. നമുക്കറിയാം, സ്ത്രീകളിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു രോഗം തന്നെയാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളും എല്ലാവരിലുമുണ്ട്. അതായത് ഇതെങ്ങനെ വരുന്നു, ഇതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഇതിൻ്റെ കാരണങ്ങൾ എങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലേ അതിനെക്കുറിച്ചാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം അത് തന്നെയാണ് ഡോക്ടർ. ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്തായിട്ട് നമ്മൾ ഈ ഒരു മാസത്തെ കാണുന്നത് എന്തുകൊണ്ടാണ്? ചില വർഷങ്ങളായി തന്നെ ലോകത്ത് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്തായിട്ടാണ് പിങ്ക് ഒക്ടോബർ എന്ന പേരിൽ ഒക്ടോബർ മാസത്തെ ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കാരണം ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചുള്ള അവബോധം നമ്മുടെ ആളുകളിൽ, പ്രത്യേകിച്ച് സ്ത്രീകളിൽ വളർത്തിയെടുക്കുക എന്നതിനു വേണ്ടിയാണ് ഈ മാസം ഇങ്ങനെ ആചരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ സ്ത്രീകളിൽ കാണുന്ന മോസ്റ്റ് കോമൺ, ഏറ്റവും സാധാരണമായ ക്യാൻസർ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ബ്രസ്റ്റ് ക്യാൻസർ എന്താണ്. ലോകത്ത് എന്നല്ല, ഇന്ത്യയിൽ ഏതാണെന്ന് ചോദിച്ചാലും കേരളത്തിൽ ഏതാണെന്ന് ചോദിച്ചാലും ഇതിനെല്ലാം ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ്. ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു അസുഖമാണ്. നേരത്തെ കണ്ടുപിടിച്ചാൽ അതിനെ പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാനും സാധിക്കുന്ന അസുഖമാണ്. ഈ ഒരു അസുഖമാണ് ഇന്ന് ലോകത്ത് സ്ത്രീകളിൽ കാണുന്ന ഏറ്റവും കോമൺ ക്യാൻസറായി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിങ്ക് ഒക്ടോബറിൽ ഇത്രയധികം പ്രാധാന്യമുണ്ടാകുന്നതും നമ്മളെല്ലാവരും പിങ്ക് ഒക്ടോബറിൽ ഇതിൻ്റെ അവബോധം വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നതും. നമുക്കറിയാം, ഇന്ന് നാം കാണുന്ന എല്ലാ ഹോസ്പിറ്റലുകളും ക്യാൻസർ സെൻ്ററുകളും എല്ലാം ഈ മാസം ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ്സിന് വേണ്ടി മാറ്റിയിരുന്നു. ഞങ്ങളുടെ ഹോസ്പിറ്റലും മറ്റ് നമ്മുടെ സൈഡിലുള്ള എല്ലാ ഹോസ്പിറ്റലിലും അത്തരം പ്രോഗ്രാമുകൾ ചെയ്തിരുന്നു. അതെല്ലാം ഈ ഒക്ടോബർ മാസത്തിൽ ചെയ്യുന്നത് ഇതിനു വേണ്ടി തന്നെയാണ്. ഓക്കെ താങ്ക് യു ഡോക്ടർ. ഇനി അടുത്തത് ഡോക്ടർ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്, ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? പലപ്പോഴും ക്യാൻസറുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ സിംറ്റംസ് നാം കണ്ടുവരുമ്പോഴേക്കും അത് അല്പം കൂടി വലുതാവുകയും അതിൻ്റെ സ്റ്റേജുകൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ബ്രസ്റ്റ് ക്യാൻസർ സാധാരണയായി നാം കാണുന്ന സിംറ്റംസ് മാറിൽ ഏതെങ്കിലും സൈഡിൽ ഒരു മുഴ ആയിട്ട് കാണുക, സ്കിന്നിൽ കാണുന്ന ചേഞ്ചുകൾ ഉണ്ടായിരിക്കുക, നിപ്പിളിൽ നിന്ന് ചുവന്ന കളറിലോ അല്ലെങ്കിൽ വെള്ള കളറിലുള്ള ഡിസ്ചാർജുകൾ വരിക, കക്ഷത്തിൽ ഒരു മുഴ പോലെ വരിക, ഇവയൊക്കെയാണ് സാധാരണഗതിയിൽ ബ്രസ്റ്റ് ക്യാൻസറിൽ നാം കാണുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്. പെയിൻലെസ് ലംപ് ഇൻ ദ ബ്രസ്റ്റ് എന്നാണ് ബ്രസ്റ്റ് ക്യാൻസറിന് വരുന്ന മുഴകളെ നാം സാധാരണയായി പറയുന്നത്. ബ്രസ്റ്റ് ക്യാൻസറിന്റെ അവസാന ഘട്ടങ്ങളിലാണ് സാധാരണഗതിയിൽ പെയിൻ വരുന്നത്. പെയിൻ ഇല്ലാത്ത മുഴകളെയാണ് നാം കൂടുതലായി പേടിക്കേണ്ടത്. മാറിൽ കാണുന്ന എല്ലാ മുഴകളും ബ്രസ്റ്റ് ക്യാൻസർ ആവണമെന്നില്ല. വളരെ ചുരുക്കം മുഴകളെ ബ്രസ്റ്റ് ക്യാൻസർ ആവുകയുള്ളൂ. പക്ഷേ ഒരു മുഴ കണ്ടാൽ അത് ബ്രസ്റ്റ് ക്യാൻസർ അല്ല എന്ന് നാം പരിശോധിക്കുകയും ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഓക്കെ ഡോക്ടർ, നമുക്കറിയാം ഒരുപാട് ഇതിന് സ്ക്രീനിങ് മെത്തേഡ്സ് ഉണ്ടെന്നറിയാം. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? തീർച്ചയായും. ഈ പിങ്ക് ഒക്ടോബറിൽ നാം എല്ലാവരും സ്ക്രീനിങ് മെത്തേഡ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുമായിരിക്കും, എന്തുകൊണ്ടാണ് ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കണം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്തുകൂടാ എന്നുള്ള ഒരു ചോദ്യം ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. എല്ലാ അസുഖങ്ങളെയും നമുക്ക് പൂർണ്ണമായി വരാതെ നോക്കാൻ നമുക്ക് എല്ലാ സമയത്തും സാധിക്കണം എന്നില്ല. ഒരു പരിധിവരെ ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് വരാതെ നോക്കാനായി സാധിക്കും. അതിൻ്റെയുള്ള റിസ്ക് ഫാക്ടറുകളെ തടയുന്നത് മൂലം ഒരു പരിധിവരെ നമുക്ക് അതിന് വരാതെ നോക്കാം. എന്നാൽ എല്ലാ സമയത്തും അത്തരത്തിൽ സാധിക്കണം എന്നില്ല. പക്ഷേ നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു അസുഖമാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഒരു സ്റ്റേജ് 1 ഒരു ബ്രസ്റ്റ് ക്യാൻസർ നാം കണ്ടുപിടിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ വ്യക്തി 10 വർഷം ജീവിച്ചിരിക്കാൻ ഉള്ള സാധ്യത 99% കൂടുതലാണ്. ഓൾമോസ്റ്റ് 100% ആണ്. എന്നാൽ സ്റ്റേജ് 4 നാം ഒരു ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കുന്നെങ്കിൽ ആ വ്യക്തി 5 വർഷം ജീവിച്ചിരിക്കാനുള്ള സാധ്യത ഏകദേശം 22%. ഓക്കെ, അപ്പം നാം മനസ്സിലാക്കുക, സ്റ്റേജ് 1 ഒരു ബ്രസ്റ്റ് ക്യാൻസറിനെ കണ്ടുപിടിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഈക്വൽ ആസ്
preventing that cancer. So early detection is equal to prevention in case of breast cancer. ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന അസുഖമാണ്. 3 മെത്തേഡ് വഴിയാണ് നാം ബ്രസ്റ്റ് ക്യാൻസറിനെ നേരത്തെ കണ്ടുപിടിക്കേണ്ടത്. നോക്കാം. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് അവയർനെസ് അഥവാ സ്വയം സ്തന പരിശോധന ആണ്. എല്ലാ സ്ത്രീകളും മാസത്തിലൊരിക്കൽ തങ്ങളുടെ സ്ഥലങ്ങളെ, തങ്ങളുടെ മാകിടങ്ങളെ സ്വയം നോക്കുകയും മനസ്സിലാക്കുകയും എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഇതാണ് സ്വയം സ്തന പരിശോധന എന്ന് പറയുന്നത്. ഏകദേശം 25 വയസ്സ് മുതലെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് WHO റെക്കമെൻഡ് ചെയ്യുന്നത്. ചെയ്യേണ്ടത് ഒരു കണ്ണാടിക്ക് മുമ്പിൽ 2 മാകടവും തുറന്ന് നിന്നതിന് ശേഷം 2 മാകലും എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന് ആദ്യം നോക്കി പരിശോധിക്കും. അതുപോലെ തന്നെ കൈകൊണ്ട് തൊട്ട് പരിശോധിക്കുകയും ചെയ്യുക. ആർത്തവമുള്ള സ്ത്രീകൾക്ക് ആർത്തവം തുടങ്ങി 7 മുതൽ 10 വരെ ദിവസങ്ങൾക്കുള്ളിൽ ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ആർത്തവം കഴിഞ്ഞ സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായി ഒരു ഡേറ്റ് തീരുമാനിക്കുക. എല്ലാ മാസവും 5-ാം തീയതി അല്ലെങ്കിൽ എല്ലാ ദിവസവും 10-ാം തീയതി അങ്ങനെ ഒരു ഡേറ്റ് തീരുമാനിക്കുകയും ആ സെയിം ഡേറ്റിന് ഇത് കണ്ടിന്യൂസ് ആയി ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും ഒരു മാറ്റം കാണുകയാണെന്നുണ്ടെങ്കിൽ ആകൃതിയിലോ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു തടിപ്പോ അങ്ങനെ എന്തെങ്കിലും കാണുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അടുത്തുള്ള ഒരു ഡോക്ടറെ കാണുക. ഇതാണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നതാണ് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ. അതായത് ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു പരിശീലനം ശ്രദ്ധിച്ച ഒരു ആരോഗ്യ പ്രവർത്തകയോ മാകടങ്ങൾ കൈവച്ച് തൊട്ട് പരിശോധിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതാണ് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇത് സജസ്റ്റ് ചെയ്യുന്നത് 30 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യമാണ്. കണക്കുകൾ പറയുന്നത് ഇന്ത്യയിൽ എല്ലാ സ്ത്രീകളും വർഷത്തിൽ ഒരു പ്രാവശ്യം ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷന് വിധേയയാകുന്നു എന്നുണ്ടെങ്കിൽ ഒരു വർഷം നമുക്ക് 25,000 ഡെത്ത്സ് ഡ്യൂ ടു ബ്രസ്റ്റ് ക്യാൻസർ ഒരു വർഷം കുറയ്ക്കാൻ പറ്റും എന്നാണ്. നോക്കുക, നാം വലിയ ടെസ്റ്റുകളെ കുറിച്ചോ വലിയ ചികിത്സകളെ കുറിച്ചോ വലിയ പണച്ചെലവുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നുമല്ല സംസാരിക്കുന്നത്. വർഷത്തിൽ ഒരു പ്രാവശ്യം നമ്മുടെ അടുത്തുള്ള ഒരു ഡോക്ടറെ കൊണ്ടോ ഒരു ആരോഗ്യ പ്രവർത്തകരെ കൊണ്ടോ മാകടങ്ങൾ പരിശോധിപ്പിക്കുന്നതിലൂടെ ഒരു വർഷം 25,000 മരണങ്ങളാണ് നമുക്ക് തടയാൻ സാധിക്കുന്നത്. ഇതിനെയാണ് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ നാം സാധാരണയായി കേൾക്കുന്ന മാമോഗ്രാം ആണ്. 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കാണ് മാമോഗ്രാം സജസ്റ്റ് ചെയ്യുന്നത്. 40 വയസ്സിന് മുകളിൽ ചില ഗൈഡ് ലൈനിൽ വർഷത്തിൽ ഒന്നും ചില ഗൈഡ് ലൈനിൽ 2 വർഷത്തിൽ ഒരു പ്രാവശ്യം എന്നും പറയുന്നത് 1-2 വർഷത്തിൽ ഒരു മാമോഗ്രാം ചെയ്ത് നോക്കുന്നതിലൂടെ 40 വയസ്സുള്ള സ്ത്രീകൾ ചെയ്ത് നോക്കുന്നതിലൂടെ വളരെ ചെറിയ മുഴകളെ പോലും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു, പലപ്പോഴും നമ്മുടെ ക്ലിനിക്കുകളിൽ വളരെ ലേറ്റിലായിട്ടാണ് അസുഖങ്ങൾ കണ്ടുപിടിക്കുന്നത്. പലപ്പോഴും 3ാമത്തെ സ്റ്റേജിലോ 4ാമത്തെ സ്റ്റേജിലോ ആണ് കണ്ടുപിടിക്കുന്നത്. കാരണം ഒരു മുഴ നാം കാണുന്ന രീതിയിൽ വലുതായി അത് ഒരു പ്രശ്നമായി നാം കണ്ടെത്തി പോകുമ്പോഴേക്കും സ്റ്റേജുകൾ കൂടുതലായിരിക്കും. ഇപ്പം ഈ മുഴയെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നാം നേരത്തെ അവിടെ പോയി കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റേജ് 1 അല്ലെങ്കിൽ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതൊരു മുഴയാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മാമോഗ്രാം വെച്ച് വളരെ ചെറിയ സ്റ്റേജ് തുടക്ക സമയത്തിൽ തന്നെ ഈ മുഴകളെ കണ്ടെത്താനായിട്ട് സാധിക്കും. അതിനെ വളരെ ചെറിയ ഈസിയർ ആയിട്ടുള്ള ചികിത്സ മൂലം പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റിയെടുക്കാനും സാധിക്കും. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഇനി ഡോക്ടർ, എനിക്ക് ചോദിക്കാനുള്ളത് ഒരു പ്രായത്തിന്റെ കണക്ക് ഡോക്ടർ ഓൾറെഡി പറഞ്ഞു. അതായത് 25 വയസ്സ് മുതൽ നമ്മളത് ചെക്ക് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, 25 വയസ്സ് മുതലാണോ ശരിക്കും ഇത് കണ്ടുവരുന്നത്? ഒരു പ്രായം പറഞ്ഞാൽ അങ്ങനെ നമുക്കൊരു പ്രായം കൃത്യമായിട്ട് എന്നൊട്ടാണ് തുടങ്ങുന്നത് എന്ന് പറയാൻ പറ്റില്ല. 20കളിലെല്ലാം നമ്മളിപ്പോൾ വളരെ കോമൺ ആയി തന്നെ അസുഖങ്ങൾ കാണുന്നുണ്ട്. ഏറ്റവും കോമൺ ആയി കാണുന്നത് 40കളിലും 50കളിലും ആണ് ഏറ്റവും കോമൺ ആയി ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുവരുന്നത്. അതായത് ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് ആ ഒരു അറിയാലോ ഒരു പീരീഡ്സ് ആ ഒരു ടൈം ആകുന്നത് മുതൽ തന്നെ ഇത് നമ്മൾ പ്രതീക്ഷിക്കാമോ? ഇപ്പോൾ നമ്മൾ പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ വളരെ ഏർലി സ്റ്റേജ് ഇയേഴ്സിൽ തന്നെ വളരെ നേരത്തെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് സജഷൻസ് ഉള്ളത് 20-25 വയസ്സ് മുതൽ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് ചെയ്യണം എന്നുള്ളതാണ് സജഷൻ. ഈ പറഞ്ഞ സ്ക്രീനിങ് ഡേറ്റുകളെല്ലാം നമ്മളൊരു ഏവറേജ് റിസ്ക് പോപ്പുലേഷനെ കുറിച്ചാണ് പറയുന്നത്. അതായത് മറ്റ് റിസ്ക് ഫാക്ടറുകളൊന്നും ഇല്ലാത്ത ആളുകളെ കുറിച്ചാണുള്ള ആണ് ഇത് പറയുന്നത്. ഒരു ഹൈ റിസ്ക് പോപ്പുലേഷൻ ഉണ്ട്, അവർക്ക് ഉള്ള
റെക്കമെൻഡേഷൻസ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ ഡോക്ടർ, അതുപോലെ ഫീഡ് ചെയ്യുന്ന അമ്മമാരുണ്ട്, അതായത് ഒരു കുഞ്ഞായ ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു ഡെലിവറി കഴിഞ്ഞ ആ ഒരു ടൈമിലുണ്ടല്ലോ, കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ചിലപ്പം ആ ഒരു സമയത്തൊക്കെ ചാൻസ് കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്, അതായത് ബ്രസ്റ്റ് ക്യാൻസർ. അത് എത്രത്തോളം ശരിയാണ്? അങ്ങനെയില്ല. ആക്ച്വലി ബ്രസ്റ്റ് ഫീഡിങ് ബ്രസ്റ്റ് ക്യാൻസർ തടയും. ഓക്കെ, ബ്രസ്റ്റ് ഫീഡിങ് കൂടുതൽ ചെയ്യുന്നത് ബ്രസ്റ്റ് ക്യാൻസർ വരാതിരിക്കുന്നതിന് ഹെൽപ്ഫുൾ ആയിരിക്കും. ആ സമയത്ത് കൂടുതൽ ആളുകൾ ടച്ച് ചെയ്ത് നോക്കുന്നുണ്ട്, പക്ഷെ കണ്ടുപിടിക്കുന്നുണ്ടാവാം. അങ്ങനെ അധികം നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷേ ബ്രസ്റ്റ് ഫീഡിങ് ബ്രസ്റ്റ് ക്യാൻസർ വരാതിരിക്കുന്നതിന് ഒരു പ്രൊട്ടക്റ്റീവ് എഫക്റ്റ് ഉള്ള ഒന്നാണ് ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതൊരു പാരമ്പര്യമാണോ ഡോക്ടറെ ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത്? അതെ, ഏകദേശം ഒരു 15% ബ്രസ്റ്റ് ക്യാൻസറുകളാണ് ഫെമീലിയൽ ബ്രസ്റ്റ് ക്യാൻസർ, അല്ലെങ്കിൽ ഫാമിലിയിൽ കാണുന്ന ബ്രസ്റ്റ് ക്യാൻസറായി കാണപ്പെടുന്നത്. ഏകദേശം 15% ബ്രസ്റ്റ് ക്യാൻസറുകളാണ്. BRCA1 BRCA2 എന്ന് പറയുന്ന 2 ജീനുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ബ്രസ്റ്റ് ക്യാൻസറുകൾ കാണുന്നത്. അത് ഏകദേശം ഒരു 15%. ബാക്കി കാണുന്ന 85 മുതൽ 90% ബ്രസ്റ്റ് ക്യാൻസറുകളും അല്ലാതെ തന്നെ സ്പൊറാഡിക്കായി നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ബ്രസ്റ്റ് ക്യാൻസറാണ്. അപ്പോൾ ഈ പറയുന്ന 15% ആളുകളെ നമ്മൾ അവർക്ക് ചില പ്രത്യേകത, ഈ BRCA1-2 ജീനുകൾ അത് ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ല, ഒവേറിയൻ ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസർ, പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, പാൻക്രിയാറ്റിക് ക്യാൻസർ, അങ്ങനെ പല ക്യാൻസറുകളും ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ജീനുള്ള വ്യക്തികളെയാണ്. അപ്പോൾ അത്തരം ബ്രസ്റ്റ് ക്യാൻസർ വന്ന ആളുകളെ നമ്മൾ സാധാരണഗതിയിൽ ഈ BRCA1 BRCA2 ടെസ്റ്റിങ്ങിന് വിധേയമാക്കുകയും അവർ പോസിറ്റീവാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിയിലുള്ള എല്ലാവരെയും ഒരു സ്ക്രീനിങ്ങിന് വിധേയമാക്കുകയും ചെയ്യും. BRCA1 സ്ക്രീനിങ്ങിന് വിധേയമാക്കുകയും ചെയ്യും. സജഷൻസ് കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ഫാമിലിയിൽ ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര വയസ്സിലാണോ ബ്രസ്റ്റ് ക്യാൻസർ വന്നത് അതിന് 10 വർഷം മുമ്പ്, അവർക്ക് ഒരു 30 വയസ്സിലാണ് ബ്രസ്റ്റ് ക്യാൻസർ വന്നതെങ്കിൽ 20 വയസ്സ് മുതൽ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഇതാണ് ഹൈ റിസ്ക് പോപ്പുലേഷനുള്ള റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ ഡോക്ടർ, ഇനി ഇത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് ബ്രസ്റ്റ് ക്യാൻസർ വരാൻ? നമ്മൾ ബ്രസ്റ്റ് ഫീഡിംഗ് ഒരു പ്രൊട്ടക്റ്റീവ് എഫക്റ്റ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ പ്രൊട്ടക്റ്റീവായിട്ടും പ്രൊട്ടക്റ്റീവ് അല്ലാത്തതുമായ എഫക്റ്റുള്ള സാധനങ്ങളുണ്ട്. ക്യാൻസറുകൾ, എല്ലാ ക്യാൻസറുകളും അല്ലെങ്കിൽ നാം കാണുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ് എല്ലാം തന്നെ നമുക്ക് ഒരു കാരണം കൊണ്ടാണ് വന്നത് എന്ന് എല്ലായ്പ്പോഴും പറയാൻ പറ്റില്ല. നമ്മൾ അതിൻ്റെ റിസ്ക് ഫാക്ടറുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. റിസ്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ തന്നെ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, നോൺ മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടറുകളുണ്ട്. നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നതിനെ നമ്മൾ മോഡിഫയബിൾ എന്നും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കാത്തതിനെ നോൺ മോഡിഫയബിൾ എന്നും പറയുന്നു. നമ്മുടെ ജെൻഡർ, ഒരു സ്ത്രീ ആയിരിക്കുക എന്നത് തന്നെ ഒരു നോൺ മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടറുകളാണ്. 90-95% ബ്രസ്റ്റ് ക്യാൻസർ കാണുന്നത് സ്ത്രീകളിലാണ്. നമ്മുടെ വയസ്സ് കൂടുന്തോറും, ഏജ് കൂടുന്തോറും ബ്രസ്റ്റ് ക്യാൻസർ കൂടി വരാനുള്ള സാധ്യതകൾ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BRCA1 BRCA2 തുടങ്ങിയ ജീനുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാരണങ്ങളുണ്ട്. ഇതെല്ലാം ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതകളാണ്. ഇതെല്ലാം നോൺ മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടറുകളാണ്. ആർത്തവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഹൈപ്പർ ഈസ്ട്രജൻ സ്റ്റേറ്റുകൾ എല്ലാം തന്നെ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടും. ഹൈപ്പർ ഈസ്ട്രജൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ വളരെ നേരത്തെ ആർത്തവം ആരംഭിക്കുക, വളരെ നേരം കാലം കഴിഞ്ഞതിന് ശേഷം മാത്രം ആർത്തവം നിൽക്കുക, അതായത് കുറേ അധികം നാൾ ആർത്തവം ഉള്ളവരായിരിക്കുക. ആദ്യത്തെ കുട്ടി ജനിക്കുന്നത് വളരെ ലേറ്റായി മാത്രം കുട്ടി ജനിക്കുന്ന അവസ്ഥ ഉണ്ടാവുക, അല്ലെങ്കിൽ കുട്ടികളില്ലാതെ നള്ളി പാരസൈറ്റുള്ള അവസ്ഥ ഉണ്ടാവുക, ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാതിരിക്കുക, ഇതെല്ലാം ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂട്ടും. ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള കാര്യങ്ങളെല്ലാം ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതകൾ കുറയ്ക്കുകയും ചെയ്യും. കൂടുതൽ കുട്ടികൾ ഉണ്ടാവുക, കൂടുതൽ മുലയൂട്ടുക, ഇതെല്ലാം ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കും. അതുപോലെ തന്നെ സ്മോക്കിംഗ്, ആൽക്കഹോളിസം, ഇതെല്ലാം ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂട്ടും. ഡോക്ടർ, ഇനി അടുത്തത് ഇതിന്റെ ചികിത്സാ രീതികളെ കുറിച്ചാണ്. എങ്ങനെയാണ് ഇതിന്റെ ചികിത്സാ രീതി വരുന്നത്? ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് ഒരു കോമൺ ക്യാൻസർ ആണല്ലോ. അപ്പോൾ എല്ലാ ക്യാൻസറുകളും തന്നെ പ്രധാനമായും 3 തരത്തിലുള്ള ചികിത്സകളാണ് ക്യാൻസറുകൾക്ക് ഉണ്ടാകുന്നത്.
ഒരു ക്യാൻസർ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രധാനമായും 3 വിഭാഗം ഡോക്ടർമാരെങ്കിലും ഉണ്ടായിരിക്കും. ഒന്നാമത്തെ വിഭാഗമാണ് സർജൻസ്. അപ്പോൾ സർജറിയാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗമാണ് റേഡിയേഷൻ ഓൺകോളജിസ്റ്റുകൾ എന്ന് പറയുന്ന റേഡിയേഷൻ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. മൂന്നാമത്തെ വിഭാഗമാണ് മെഡിക്കൽ ഓൺകോളജി ഡോക്ടേഴ്സ്. ഇവരാണ് കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറഞ്ഞ് ഇഞ്ചക്ഷനുകളായോ വായിലൂടെ കഴിക്കുന്ന മരുന്നുകളായോ ഇഞ്ചക്ഷനുകളോ മരുന്നുകളോ ആയി ചികിത്സിക്കുന്ന ഡോക്ടേഴ്സാണ് മെഡിക്കൽ ഓൺകോളജിസ്റ്റ്. അപ്പോൾ ഈ 3 ചികിത്സകളും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഭാഗം ആണ്. അത് നമ്മുടെ സ്റ്റേജുകൾ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പലപ്പോഴും സ്റ്റേജ് 1 അല്ലെങ്കിൽ വളരെ ഏർലി സ്റ്റേജിൽ കാണുന്ന പേഷ്യൻസിന് സർജറി മാത്രം മതിയാകുമായിരിക്കും. എന്നാൽ സ്റ്റേജുകൾ കൂടുമ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള ചികിത്സകൾ നമുക്ക് വേണ്ടിവരും. റേഡിയേഷനും കീമോതെറാപ്പിയും ഒക്കെ ഇതിൻ്റെ കൂടെ വേണ്ടിവരും. ഇതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ടത് എല്ലാ ബ്രസ്റ്റ് ക്യാൻസറും ഒരുപോലെയല്ല. ഇപ്പോൾ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ പേഴ്സണലൈസ്ഡ് കെയർ ആണ് കൊടുക്കുന്നത്. അതായത് ഓരോ വ്യക്തിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ചികിത്സകളായിരിക്കും വേണ്ടി വരുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ തന്നെ നമ്മൾ ഒരു 3 തരത്തിലുള്ള ബ്രസ്റ്റ് ക്യാൻസറുകളായി തരംതിരിക്കും. ബ്രസ്റ്റ് ക്യാൻസറിൽ ഹോർമോൺ പോസിറ്റീവ് ആയിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയും. ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്റ്ററോൺ 2 റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇത് പോസിറ്റീവായിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസറിലുണ്ട്. 2 ഹെർസെപ്റ്റിൻ HER2 എന്ന് പറയുന്ന ഒരു റിസപ്റ്റർ ഉണ്ട്. ഇത് പോസിറ്റീവായിട്ട് HER2 പോസിറ്റീവായിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസറിലുണ്ട്. 3 ഇത് 3ഉം നെഗറ്റീവ് ആവുന്ന ട്രിപ്പിൾ നെഗറ്റീവ് എന്ന് പറയുന്ന ബ്രസ്റ്റ് ക്യാൻസറിലുണ്ട്. ഇതിന് 3നും ചികിത്സകൾ വേർപ്പെട്ടുകൊണ്ടിരിക്കും. ഹോർമോൺ പോസിറ്റീവായിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസറുകൾക്ക് ഹോർമോൺ ചികിത്സയും അതിനോടനുബന്ധിച്ചുള്ള പുതിയ ചികിത്സ ടാർഗറ്റഡ് ആയിട്ടുള്ള ചികിത്സാ രീതികളുണ്ട്. ഇത്തരം ചികിത്സാ രീതികളും അവർക്ക് കൊടുക്കും. ഹെർസെപ്റ്റിൻ HER2 പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിന് അതിന് ടാർഗറ്റ് ചെയ്യുന്ന HER2നെ ടാർഗറ്റ് ചെയ്യുന്ന ട്രാൻസിസ്മാബിനും പെർട്ടുസ്മാബിനും എല്ലാം പറയുന്ന മരുന്നുകളുണ്ട്. ഇത്തരം മരുന്നുകളുടെ കോമ്പിനേഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും. ഇതല്ലാത്ത ട്രിപ്പിൾ നെഗറ്റീവ് ആയിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസേഴ്സിന് കീമോതെറാപ്പി മാത്രമായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും എല്ലാ പേഷ്യൻസിനും, അതായത് ബ്രസ്റ്റിൽ മാത്രമുള്ള മറ്റെവിടേക്കും പകരാത്ത സ്റ്റേജ് 1 മുതൽ 3 വരെയുള്ള കേസുകൾക്ക് സർജറി മസ്റ്റാണ്. വളരെ ചെറിയ മുഴകൾ ഒഴിച്ച് അതിൻ്റെ മുകളിലേക്കുള്ള ബ്രസ്റ്റ് മുഴകൾക്കെല്ലാം തന്നെ റേഡിയേഷൻ ആവശ്യം വരും. അതുപോലെ തന്നെ കീമോതെറാപ്പിയും ആവശ്യം വരും. സർജറിയിൽ ഇപ്പോൾ റേഡിയേഷനിലെല്ലാം ഇപ്പോൾ പുതിയ അഡ്വാൻസ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. നമുക്ക് അതിനെ കുറിച്ചും സംസാരിക്കാം. ഓക്കെ ഡോക്ടർ, എന്തൊക്കെയാണ് ഡോക്ടർ ഒരു അതിലുള്ള ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത്? മുൻകാലങ്ങളിൽ സർജറിയിൽ നമ്മൾ എല്ലാവരുടെയും മാകടങ്ങൾ പൂർണ്ണമായും മാറ്റുന്ന ചികിത്സയായിരുന്നു ഉണ്ടായിരുന്നത്. മാസ്റ്റക്ടമി എന്ന പേരിൽ മാകടങ്ങൾ പൂർണ്ണമായും മാറ്റുന്ന ചികിത്സയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാ പേഷ്യൻസിനും തന്നെ മാകടങ്ങൾ പൂർണ്ണമായും മാറ്റാതെ മുഴ മാത്രം മാറ്റുന്ന സർജറിയിലേക്ക് മാറ്റം വന്നു. അപ്പോൾ മുഴ മാറ്റുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ റേഡിയേഷൻ കൂടി കൊടുക്കണം. അതിനാണ് നമ്മൾ ബ്രസ്റ്റ് കൺസർവേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. ബ്രസ്റ്റ് കൺസർവേഷൻ തെറാപ്പിയുടെ ഭാഗമാണ് ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി. അതായത് മുഴ മാത്രം മാറ്റുന്ന സർജറി പ്ലസ് റേഡിയേഷൻ. ഇത് രണ്ടും കൂടി നമുക്ക് മാകടങ്ങൾ പൂർണ്ണമായും മാറ്റാതെ മാകടങ്ങളെ സംരക്ഷിക്കാനായി സാധിക്കും. ഒരു കാര്യം ഓർക്കണം, ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സർജറിയിൽ എല്ലാ സമയത്തും ബ്രസ്റ്റിൽ മാത്രമല്ല ആക്സിലയിൽ നമ്മുടെ കക്ഷത്തിലുള്ള ലിംഫ് നോഡുകളെ കൂടി റിമൂവ് ചെയ്യേണ്ടതുണ്ട്. കാരണം ബ്രസ്റ്റ് ക്യാൻസർ ബ്രസ്റ്റിൽ നിന്ന് ആദ്യം കക്ഷത്തിലേക്കും അവിടെ നിന്നാണ് മറ്റു പല ഭാഗങ്ങളിലേക്കും പകരുന്നത്. അതുകൊണ്ട് കക്ഷത്തിലുള്ള ലിംഫ് നോഡുകളെ കൂടി റിമൂവ് ചെയ്യേണ്ടതുണ്ട്. മുൻകാലങ്ങളിൽ എല്ലാ ലിംഫ് നോഡുകളും, കക്ഷത്തിൽ കാണുന്ന എല്ലാ ലിംഫ് നോഡുകളും റിമൂവ് ചെയ്യുക, 10 മുതൽ 15, 20 ലിംഫ് നോഡുകളെല്ലാം റിമൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ സെന്റിനൽ ലിംഫ് നോഡ് ബയോപ്സി എന്ന പേരിൽ കക്ഷത്തിൽ പോസിറ്റീവായിട്ടുള്ള ലിംഫ് നോഡ്സ് ഒന്നും നമുക്ക് കാണുന്നില്ലെങ്കിൽ ആദ്യം പോകുന്ന ലിംഫ് നോഡുകൾ 3 ലിംഫ് നോഡുകൾ മാത്രം റിമൂവ് ചെയ്യുകയും അത് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് അത് പോസിറ്റീവ് ആണെങ്കിൽ മറ്റ് ലിംഫ് നോഡിൽ റിമൂവ് ചെയ്യും, അത് നെഗറ്റീവ് ആണെങ്കിൽ മറ്റ് ലിംഫ് നോഡ്സിനെല്ലാം സേവ് ചെയ്യുകയും ചെയ്യുന്ന ചികിത്സയാണ് ഇപ്പോൾ നാം ചെയ്യുന്നത്. അത് പുതിയ ഹോസ്പിറ്റലുകളിലെല്ലാം ഇത്തരം ടെക്നിക്കുകൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചികിത്സകളും നമുക്ക് അവൈലബിൾ ആണ്. ഓൺകോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ അത് ബ്രസ്റ്റ് സർജൻസും പ്ലാസ്റ്റിക് സർജൻസും ചേർന്നാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഓപ്പോസിറ്റ് ബ്രസ്റ്റിനോട് സിമിലർ സൈസിലും ഉള്ള കോസ്മെറ്റിക് ആയിട്ടുള്ള ഔട്ട്കംസ് കിട്ടുന്ന രീതിയിലുള്ള റീകൺസ്ട്രക്റ്റീവ് ടെക്നിക്കുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ ഡോക്ടർ, നമ്മൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഭയം വേണ്ട,
ജാഗ്രത മതി എന്ന് പറയാറുണ്ട്. പലപ്പോഴും പലരുടെയും പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ടെസ്റ്റുകൾക്കൊക്കെ പോകുമ്പോൾ ദൈവമേ ഇനി അങ്ങാണോ ആയാലോ ഇനി ആണോ എന്നൊക്കെയുള്ളൊരു കാര്യമാണ്. പക്ഷേ ചിന്തിക്കുന്നില്ല. കാരണം കണ്ടുപിടിച്ചാൽ നിങ്ങൾ ഇല്ലേ ഇനിയും വർഷങ്ങളോളം അല്ലെങ്കിൽ ആയുസോടുകൂടി ഇരിക്കുകയാണെന്നുള്ളൊരു ചിന്ത അവർക്കില്ല. അപ്പം അങ്ങനെ ഭയപ്പെടുന്നവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ്? അതെ, ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിന് അല്ലെങ്കിൽ ക്യാൻസർ സ്ക്രീനിങ്ങിനുള്ള ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി തന്നെയാണ് ഈ അപ്രിഹെൻഷൻ അല്ലെങ്കിൽ ഈ പേടി എന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ പിങ്ക് പ്രോമിസ് എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. അനവധി ക്യാമ്പുകളിലും മറ്റ് സ്ഥലങ്ങളിലും പോയി ധാരാളം ആളുകളെ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് അവബോധിക്കുകയും അവർക്കൊരു ഒരു ക്വസ്റ്റ്യനർ മൂലം അവരുടെ റിസ്കിനെ അസസ് ചെയ്യുകയും അവർക്ക് മാമോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി അവരെ സജസ്റ്റ് ചെയ്യുകയും എല്ലാം ചെയ്തിരുന്നു. എന്നാൽ ചുരുക്കം ചില ആളുകൾ മാത്രമേ ഇതിലേക്ക് മാമോഗ്രാം ചെയ്യാനായിട്ട് കടന്നു വന്നുള്ളൂ. ഈവൻ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും അറിയാം ആരോഗ്യം നമ്മുടെ ഒരു ക്യാമ്പയിൻ നടന്നു. ഗവൺമെന്റിന്റെ പേരിൽ ഒരു ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് ക്യാമ്പയിൻ നടന്നിരുന്നു. എന്നാൽ അതിലും ഈ സ്ക്രീനിങ് കൃത്യമായിട്ടുള്ള മാമോഗ്രാം സ്ക്രീനിങ്ങിലേക്ക് കടന്നു വന്ന ആളുകളുടെ എണ്ണം വളരെ ചുരുക്കമായിരുന്നു. അപ്പോൾ ആളുകൾക്ക് ഇത് കണ്ടുപിടിച്ചാൽ എന്തായിരിക്കും എന്നുള്ള ഒരു പേടിയാണ് പ്രധാനമായും ഇതിൻ്റെ കാരണം. നാം ഒന്നും മനസ്സിലാക്കണം, നാം ഇല്ലാത്ത ഒന്നും കണ്ടുപിടിക്കുന്നില്ല. നാളെ കണ്ടുപിടിക്കുന്നോ അത് ഇന്ന് കണ്ടുപിടിക്കുന്നോ എന്നതാണ് ഇതിൻ്റെ ചോദ്യം. ഇതിൻ്റെ വ്യത്യാസമാണ് ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിലൂടെ നാം കണ്ടുപിടിക്കുന്ന അസുഖങ്ങൾ സാധാരണഗതിയിൽ ഒന്നാമത്തെ സ്റ്റേജിലുള്ള അല്ലെങ്കിൽ വളരെ ഏർലി സ്റ്റേജിലുള്ള അസുഖങ്ങൾ ആയിരിക്കും. ഓക്കെ, നാം കണ്ടുപിടിക്കുന്നത് ഇന്ന് നാം കണ്ടുപിടിക്കാതെ നാളെ തേർഡ് സ്റ്റേജിലോ ഫോർത്ത് സ്റ്റേജിലോ കണ്ടുപിടിക്കേണ്ട അസുഖങ്ങളെ നാം ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കുകയും ഇതിനെ ചില സമയം നമുക്ക് സർജറി മാത്രം മതിയായിരിക്കും, ആ മുഴ റിമൂവ് ചെയ്യുന്ന സർജറി മാത്രം മതിയായിരിക്കും, വളരെ ചെറിയ ചികിത്സയിലൂടെ ചികിത്സിക്കുകയും പൂർണ്ണമായി മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റേജ് 1 ഒരു ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിച്ചാൽ 10 year സർവൈവൽ റേറ്റ്, 10 വർഷം ജീവിച്ചിരിക്കാനുള്ള സാധ്യത 99% മുകളിലാണ്. എന്നാൽ സ്റ്റേജ് 4 ഇത് 5 വർഷം ജീവിച്ചിരിക്കാനുള്ള സാധ്യത 22% കുറയും. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കാര്യത്തിൽ ഒരു ഏർലി ഡിറ്റക്ഷൻ ഈസ് ഈക്വൽ ടു പ്രിവെൻഷൻ. ഏർലി ഡിറ്റക്ഷൻ സേവ്സ് ലൈഫ്. ഇത് തന്നെയാണ് എനിക്ക് ഓരോരുത്തരോടും പറയാനുള്ളത്. ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. ഇത് ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കുന്നതിനേക്കാൾ ഉപരി ഒരു തേർഡ് സ്റ്റേജോ ഒരു ഫോർത്ത് സ്റ്റേജ് ക്യാൻസറിനോ നാം തടഞ്ഞു എന്ന് തന്നെ നാം അതിനെ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ആളുകളെ മാമോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ ഉത്ബോധിപ്പിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഡോക്ടർ, താങ്ക് യു. നമുക്കറിയാം ഒരുപാട് നമ്മുടെ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഒരുപാട് ലിസണേഴ്സ് ഇത് കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഡോക്ടർ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതൊരു ചെറിയ വിഷയമല്ല, ഈ ഒരു സമയം കൊണ്ട് പറഞ്ഞാൽ തീരുന്നതുമല്ല. എന്തായാലും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് ഈ ഒരു കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം എന്നാണ് എനിക്കും പറയാനുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത് അല്ലേ, നമ്മുടെ ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോടൊപ്പം ഒരുപാട് കാലത്തേക്ക് ഇനിയും അല്ലേ ജീവിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ഭാഗ്യമാണ്, സന്തോഷമാണ്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു വെരി മച്ച്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിറ്റോക്കാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നമുക്കറിയാം ഈ ഒരു മാസം എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത് ആണ്. അപ്പോൾ ഈ ഒരു ദിവസവും അല്ലെങ്കിൽ ഈ ഒരു മാസവുമായി ബന്ധപ്പെട്ട് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ, അതുപോലെ തന്നെ ഇതെങ്ങനെ വരുന്നു, ഇതിൻ്റെ കാരണങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കൺസൾട്ടന്റ് റേഡിയേഷൻ ഓൺകോളജിസ്റ്റ് ഡോക്ടർ ബോസ് വിൻസെന്റ് ആണ്. ഡോക്ടറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് മെഡിറ്റോക്കിൽ നിന്ന് ഇവിടെ പറയുന്നു RJ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.